ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ അത് എടുക്കും, ഗാസ സ്വന്തമാക്കുമെന്ന് ആവർത്തിച്ച് ട്രംപ്. 22 ലക്ഷം പാലസ്തീനികളെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റിയ ശേഷം ഗാസ സ്വന്തമാക്കുമെന്ന ഭീഷണി ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പരാമർശം. നിലവിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെയും ഏറ്റവും അടുത്ത സഖ്യരാജ്യമാണ് ജോർദാൻ. ഞങ്ങൾ ഗാസ കൈവശപ്പെടുത്താൻ പോവുകയാണ്. ഞങ്ങൾക്കത് വിലക്ക് വാങ്ങേണ്ട കാര്യമില്ല. വാങ്ങാനൊന്നും അവിടെയില്ല. ഞങ്ങൾ ഗാസയെ സ്വന്തമാക്കും. ഞങ്ങൾ അത് സ്വന്തമാക്കാൻ പോവുകയാണ്. ഞങ്ങൾ അതിനെ പരിപോഷിപ്പിക്കാൻ പോവുകയാണ്, ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ ആളുകൾക്ക് വേണ്ടി ഗാസയിൽ ധാരാളം തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽക്കു നേർക്ക് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒരു കൊല്ലത്തിലധികമായി നടന്നുവരുന്ന യുദ്ധത്തെ തുടർന്ന് അതിദാരുണമായ ജീവിതമാണ് പാലസ്തീനികൾ നയിക്കുന്നതെന്നും വിടുന്നതിൽ പാലസ്തീനികൾക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂവെന്നും ട്രംപ് പറഞ്ഞു. നോക്കൂ, അവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. ആ ലോകത്തിൽ ആരും ഇങ്ങനെ ജീവിക്കുന്നുണ്ടാകില്ല. തകർന്നു വീഴുന്നതും വീഴാൻ തുടങ്ങുന്നതുമായ കെട്ടിടങ്ങളുടെ കീഴിലാണ് അവർ താമസിക്കുന്നത്. അവിടുത്തെ അവസ്ഥ ഭീകരമാണ്. ലോകത്ത് മറ്റൊരിടത്തും ഗാസയിലേക്കാൾ മോശമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ തകർന്ന ഗാസ US ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ US സന്ദർശനത്തിനിടെ വൈറ്റ് ഹൌസിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ഗാസയിൽ നിലവിലുള്ള പാലസ്തീനികാർ അവിടം വിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിക്കോട്ടെ, ഗാസയെ സമ്പൂർണമായി പുനർനിർമ്മിക്കാം. ഗാസക്കുമേൽ ദീർഘകാലത്തിലുള്ള ഉടമസ്ഥാവകാശമാണ് US ലക്ഷ്യമിടുന്നതെന്നും ട്രംപ് പറഞ്ഞു.